നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആചാരസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതം 1ഉം 2ഉം ഘട്ടങ്ങൾ പിന്നിട്ട് 3ആം ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ 3ആം ഘട്ടത്തിൽ 2 റൗണ്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വജ്രവ്യൂഹവും മകരവ്യൂഹവും, അതായത് ക്വിസ് റൗണ്ടും ഒരു സ്കിറ്റ് റൗണ്ടുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3ആം ഘട്ട മത്സരങ്ങൾ ഇതാ ഇവിടെ തകൃതിയായി നടക്കുകയാണ്. നമുക്ക് ആദ്യം ആരംഭിക്കാം. വജ്രവ്യൂഹം. ഇന്നീ വേദിയിലേക്ക് വജ്രവ്യൂഹത്തിൽ പങ്കെടുക്കാൻ ആരാ എത്തുന്നത് നമുക്ക് നോക്കാം. ഹെബ്ബാർജി. ചിന്മയ വിദ്യാലയ കൊല്ലത്തിൽ നിന്നും നിരുപമയും ഗോവിന്ദരാജും. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നിരുപമ ആൻഡ് ഗോവിന്ദ്രാജ്. നിരുപമ, ഗോവിന്ദ്രാജ്. നിരുപമ പുതിയ ആളാണല്ലോ ഇവിടെ. എന്തൊക്കെ പറഞ്ഞു ഗോവിന്ദ്രാജ്? ടിപ്സ് അല്ലെ, എല്ലാം ചോദിക്കുന്നതിന് നന്നായി മറുപടി പറയണം. പിന്നെ എന്ത് തെറ്റിയാലും ഒന്നും പേടിക്കരുത്. കൂളായിട്ടിരിക്കണം. എത്രാം ക്ലാസ്സിലാ? +1 8th. ആ, ചേച്ചീനെ ഉപദേശിച്ച് കൊണ്ടുവന്നേക്കാണല്ലേ. അപ്പൊ നമുക്ക് പകിടിട്ടാലോ? ഇടാം. വരും. അപ്പൊ ആരാ ഇടാൻ പോകുന്നേ? ഗോവിന്ദാണ്. ഓക്കെ, എന്താ പറയണ്ടേന്ന് അറിയാലോ? അറിയാം. എന്താണ്? പകിട 12. ഓ ശരി, ഓക്കെ, ഇട്ടോളൂ. പകിട 12. എത്രയാ? 6. വരും. ഇനി ആ സ്ക്രീനിലേക്ക് നോക്കിക്കോ. 6ന് പിന്നിൽ ഏതാണ് സബ്ജക്റ്റ് എന്നുണ്ട്. ഇപ്പൊ വരും. പാണ്ഡവരുടെ സ്വർഗാരോഹണ യാത്ര. ഇത് കിട്ടണം എന്നായിരുന്നോ ആഗ്രഹം? ആയിരുന്നു. അങ്ങനെയൊന്നും കിട്ടിയ നമുക്ക് സബ്ജക്ട് ഇഷ്ടമുള്ളത് കിട്ടിയല്ലോ. ആഗ്രഹിച്ചത് വന്നല്ലോ, അത് മതി. അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ച് സമയം കളയുന്നില്ല. നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്ററെ വിളിക്കാം. ഇതുപോലെ ചേച്ചി. ചേച്ചി, നമ്മൾ എങ്ങനെയൊക്കെ പകിടിയിട്ടിട്ടും ഗോവിന്ദന് ആവശ്യമുള്ളത് തന്നെ കിട്ടിയെന്നു. അത് ഇച്ചിരി ശകുനിയുടെ സ്വഭാവമാണ്. എനിക്ക് ശകുനി ഇഷ്ടമല്ല. ചില സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോ നമുക്ക് പകിട കളിക്കുമ്പോൾ അതൊന്നും ഉണ്ടായാൽ നന്നായിരുന്നു അല്ലേ? അത് ശരിയാ. അപ്പൊ എന്തായാലും ഇഷ്ടമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. മോക്ക് പിന്നെ ഏതാണെങ്കിലും ഓക്കെയാണ്. എല്ലാത്തിനെ കുറിച്ചും പഠിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഈ 2 പേരെ ഞാൻ ചേച്ചിനെ ഏൽപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നിരുപമ, ഗോവിന്ദ് അല്ലേ? ആദ്യമായിട്ടാ വരുന്നേ അല്ലേ? അതെ. വേറെ ഒന്നിനും പങ്കെടുത്തിട്ടില്ല ഇതുവരെ ഇവിടെ? ഇല്ല, ആദ്യമായിട്ടാ വരുന്നേ. ഏതായാലും നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം: രാജഭരണം അവസാനിപ്പിച്ച് വനവാസത്തിന് പോകാൻ പാണ്ഡവർ തീരുമാനമെടുക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? എ. വേദവ്യാസൻ, ബി. കൃഷ്ണൻ, സി. മാർക്കണ്ഡേയ മുനി, ഡി. യുധിഷ്ഠിരൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, യുധിഷ്ഠിരൻ. ഓപ്ഷൻ ഡി, യുധിഷ്ഠിരൻ. ലോക്ക് ചെയ്യട്ടെ? സംശയമില്ല. ഓക്കെ, പ്ലീസ് ലോക്ക് ഡി, യുധിഷ്ഠിരൻ. വ്യാസനല്ലേ? യുധിഷ്ഠിരൻ ഏട്ടനാണല്ലോ. അയാളാണ് രാജ്യം ഭരിക്കുന്നത്. അതൊക്കെ മതി, ഇനി പൊയ്ക്കോ എന്ന് പറയുന്ന വേദവ്യാസനല്ലേ? അല്ല. വൃഷ്ണിവംശം നശിച്ചപ്പോൾ അക്കാര്യം യുധിഷ്ഠിരനോട് അർജുനൻ പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ഇല്ലാത്ത ലോകത്ത് ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വനവാസത്തിന് പോകാനായിട്ട് യുധിഷ്ഠിരനാണ് തീരുമാനം എടുക്കുന്നത്. ഏതായാലും ആ തീരുമാനം ശരിയായോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. ഡി. യുധിഷ്ഠിരൻ ശരിയാണോ തെറ്റാണോ? ശരിയായ ഉത്തരം. ആദ്യത്തെ ചോദ്യം കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 10 മാർക്ക്. വളരെ കറക്റ്റാണ്. മോൻ പറഞ്ഞ ആ സന്ദർഭം, ആ സിറ്റുവേഷൻ എല്ലാം ശരിയാണ്. വളരെ നന്നായി പറഞ്ഞു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം: മഹാപ്രസ്ഥാനത്തിന് പോകാൻ ഒരുങ്ങുന്ന പാണ്ഡവർ രാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്യുന്നത് ആരെയാണ്? എ. പരീക്ഷിത്, ബി. യുയുത്സു, സി. വജ്രൻ, ഡി. ജനമേജയൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ, പരീക്ഷിത്. ഓപ്ഷൻ എ, പരീക്ഷിത്. സംശയമില്ല. യുയുത്സുവിനെ രാജ്യം ലോക്ക് ചെയ്യണോ വേണ്ടോ? ആദ്യം അത് പറയൂ. ലോക്ക് ചെയ്യാം.
അല്ലെങ്കിൽ ടൈമർ പോയി. ലോക്ക് എ പരീക്ഷിത്. ഇനി പറയൂ. യുയുത്സുവിനെ രാജ്യം നോക്കാൻ ഏൽപ്പിച്ചു, എന്നാൽ രാജാവ് അഭിഷേകം ചെയ്യുന്നത് പരീക്ഷത്തിനെ. പരീക്ഷത്തിനെയാണ്. ഓക്കെ, ആൻസർ ശരിയോ തെറ്റോ? എ പരീക്ഷിത്. ശരിയായ ആൻസർ പരീക്ഷിത്. ശരിയായ ഉത്തരം. ഈ പരീക്ഷത്ത് നിന്ന് പേര് വരാൻ കാരണം എന്താ? അശ്വത്ഥാമാവ് ബ്രഹ്മശിരോസ്ത്രം വിട്ട് ബ്രഹ്മശിരോസ്ത്രം ആ വിട്ട് പരീക്ഷിക്കുന്ന ജീവൻ സ്തംഭിപ്പിക്കുകയും ശ്രീകൃഷ്ണൻ വന്ന് അതിനെ ജീവിപ്പിക്കുകയും ചെയ്ത ഒരു പരീക്ഷണത്തിലൂടെ ജനിച്ചത് കൊണ്ടാണ് പരീക്ഷത്ത് എന്ന പേര് വന്നത്. വളരെ ശരിയാണ്. പരീക്ഷത്തിന്റെ മകനാരാണ്? ജനമേജയൻ. ജനമേജയൻ. പരീക്ഷത്തിന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നറിയോ? ദക്ഷകന്റെ ദംശനം കൊണ്ട്. അപ്പൊ 2 ചോദ്യത്തിനും ഉത്തരം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 20 മാർക്ക് കിട്ടിയിരിക്കുന്നു. മോനിങ്ങനെ എന്തിനാ ടെൻഷൻ അടിച്ചിരിക്കുന്നു? എനിക്ക് ഏതായാലും 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 3ാമത്തെ ചോദ്യം. അഗ്നിദേവൻ സമ്മാനിച്ച അർജുനന്റെ പ്രസിദ്ധമായ ഗാണ്ഡീവം എന്ന വില്ല് അഗ്നി ആരിൽ നിന്ന് കടം വാങ്ങിയതാണ്? എ ഇന്ദ്രൻ, ബി പരശുരാമൻ, സി വരുണൻ, ഡി പരമശിവൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി വരുണൻ. വരുണനോ? ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തു. സി വരുണൻ ലോക്ക് ചെയ്യൂ. വരുണനോ? ഗാണ്ഡീവ ദഹന സമയത്ത്. അല്ല, വരുണൻ എന്ന് പറയുന്നത് മഴയല്ലേ? അല്ല, മഴ ഇന്ദ്രനാണ്. മഴ ഇന്ദ്രനാണ്. അപ്പൊ വരുണനോ? വരുണൻ സമുദ്രം. അപ്പൊ വെള്ളത്തിൽ നിന്നാണോ? ഇവര് മഹാപ്രസ്ഥാനത്തിന് പോകുമ്പം അഗ്നിദേവൻ മലയായിട്ട് വന്നിട്ട് പറയും, ഞാൻ വരുണനിൽ നിന്ന് കടം വാങ്ങിയതാണ്, അതുകൊണ്ട് ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത അവനാഴിയും ഈ ജലത്തിൽ ഇട്ടിട്ട് പോവാൻ പറയും. വരുണൻ പറയും. വരുണനല്ല, അഗ്നിദേവൻ പറയും. അഗ്നിദേവൻ പറയും വരുണന്റെ അടുത്ത് ഞാൻ കടം മേടിച്ചാണെന്ന്. ഉത്തരം നോക്കാം, ശരിയാണോ തെറ്റാണോ എന്ന്. സി വരുണൻ. ശരിയോ തെറ്റോ? വളരെ കറക്റ്റ് ആയിട്ടാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ ചോദ്യത്തിനും 30 മാർക്ക് കിട്ടിയിരിക്കുന്നു. നിരുപമയ്ക്ക് സംസ്കൃതം ജനകീയമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതായിട്ട് കേട്ടു. ശരിയാണോ? അതെ. സംസ്കൃതത്തിൽ ബിരുദം ഒക്കെ എടുത്ത് PhD ഒക്കെ ചെയ്ത് ഗ്രാമറിൽ, വ്യാകരണത്തിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. വിശ്വനാഥ് സാറേ അപ്പൊ അദ്ദേഹം പണ്ഡിതനാണ്, സംസ്കൃത പണ്ഡിതനാണ്, അറിയാമല്ലോ. അതെന്ത് ഈ ജനകീയമാക്കണം എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? സംസ്കൃതത്തിൽ എഴുതപ്പെട്ട അറിവുകളുണ്ട്, ഒരുപാട് നല്ല അറിവുകളുണ്ട്. അത് പലപ്പോഴും സംസ്കൃതം അറിയാത്തത് കൊണ്ട് പലർക്കും മനസ്സിലാവുകയില്ല. അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒന്നായിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അത്രയും നല്ല അറിവുകളുള്ള ഒരു ഭാഷയെ ജനകീയമാക്കുന്നതുകൊണ്ട് നമുക്ക് നന്മയല്ലേ ഉണ്ടാവുകയുള്ളൂ. എങ്ങനെ ജനകീയമാക്കും? അതിൻ്റെ പഠനത്തിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ പലർക്കും ഒരു ഇതുണ്ട്, മതത്തിനോട് അനുബന്ധിച്ചാണ് ആ ഭാഷ പിണഞ്ഞു കിടക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, അതിനെ ഒരു ഭാഷയായിട്ട് എടുത്താൽ അതിലെ നല്ല ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെരി ഗുഡ്. ഏതായാലും നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം. മഹാപ്രസ്ഥാന വേളയിൽ സഹദേവൻ വീഴുവാൻ ഇടയായ കാരണം എന്തെന്നാണ് ധർമ്മപുത്രൻ വിലയിരുത്തുന്നത്? എ താൻ സുന്ദരൻ എന്ന അഹങ്കാരം, ബി തന്നേക്കാൾ പ്രാജ്ഞനായി ആരുമില്ലെന്ന അഹങ്കാരം, സി തന്നേക്കാൾ ആയുധവീരനായി ആരുമില്ലെന്ന അഹങ്കാരം, ഡി അസത്യം പറഞ്ഞത് കാരണം. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി തന്നേക്കാൾ പ്രാജ്ഞനായി ആരുമില്ലെന്ന് അഹങ്കാരം. ഓപ്ഷൻ ബി അതാണ്. അതെ. ബി ടൈം ലോക്ക് ചെയ്യട്ടെ? ബി ലോക്ക് ചെയ്യൂ. ബി തന്നേക്കാൾ പ്രാജ്ഞനായി ആരുമില്ലെന്ന അഹങ്കാരം. അതാണ് സഹദേവൻ വീഴാൻ കാരണം. സഹദേവനാണ് ഏറ്റവും ഒടുവിലത്തെ. ആദ്യം വീഴുന്നത് സഹദേവനാണോ? അതെ. അല്ല, പാഞ്ചാലിയാണ്. പാഞ്ചാലിയാണ് ആദ്യം വീഴുന്നത്. അപ്പൊ സഹദേവൻ വീഴുന്നതിന്റെ കാര്യം പറഞ്ഞത് യുധിഷ്ഠിരൻ ഇതാണ്. ഓക്കെ, നമുക്ക് ശരിയാണോ തെറ്റാണോ നോക്കാം. ബി തന്നേക്കാൾ പ്രാജ്ഞനായി ആരുമില്ലെന്ന അഹങ്കാരം ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം. ഈ സുന്ദരൻ എന്നുള്ള അഹങ്കാരം ആർക്കായിരുന്നു? നകുലനായിരുന്നു അല്ലേ?
ഏതായാലും വളരെ മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ശാസ്ത്രജ്ഞൻ അഥവാ നാവികനാവണം. അല്ല അത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു ഭയങ്കര അങ്ങനല്ല. വ്യത്യാസമുണ്ട്. ശാസ്ത്രം വഴി ഏത് ശാസ്ത്രം? എന്ത് ശാസ്ത്രം? ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. റോക്കറ്ററി. റോക്കറ്ററി. അപ്പൊ ഇപ്പൊ ഈ ചന്ദ്രായനം വന്നതോടുകൂടിയാണോ എല്ലാവർക്കും അതിനോടൊരു താല്പര്യം? അല്ല, എനിക്ക് പണ്ടേ തൊട്ടേ ഉണ്ട്. പണ്ട് തൊട്ടേ ഉണ്ട് റോക്കറ്ററി പഠിക്കണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം? ഞാൻ വായിച്ചതാണ് ഈ 2 രാജ്യങ്ങൾ തമ്മിൽ, സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ സ്പേസ് വാർ നടന്നെന്ന്. അക്കാലത്തൊക്കെ ഇന്ത്യ റോക്കറ്ററിയിൽ വളരെ പിന്നോട്ടായിരുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഒരു വളരെ important ആണ് പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അത് ചെയ്യണമെന്ന്. നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം. നായയുടെ രൂപത്തിൽ മഹാപ്രസ്ഥാനത്തിൽ ധർമ്മപുത്രനെ അനുഗമിച്ചതാരാണ്? എ പരമശിവൻ, ബി ഇന്ദ്രൻ, സി ധർമ്മദേവൻ, ഡി പാണ്ഡു. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി ധർമ്മദേവൻ. ഓപ്ഷൻ സി ധർമ്മദേവൻ. ഉറപ്പാണോ? ഉറപ്പാണ്. ലോക്ക് ചെയ്യട്ടെ? Okay. പ്ലീസ് ലോക്ക് സി ധർമ്മദേവൻ. ധർമ്മദേവൻ ആരാ? യമൻ. യമൻ. യമൻ ആരാ? ധർമ്മപുത്രരുടെ പിതാവ്. പിതാവ് തന്നെയാ. അപ്പൊ പിതാവ് തന്നെയാ നായായിട്ട് വരുന്നത്? അതെ. പരീക്ഷിക്കാനായിട്ട് വരുന്നത്. അല്ല, പരമശിവനല്ലേ? അല്ല. അല്ല, ഉറപ്പാണ്? ഉറപ്പാണ്. ചോദിക്കട്ടെ, തെറ്റായാലോ? തെറ്റായ ഉത്തരാണെങ്കിൽ എന്ത് ചെയ്യും? തെറ്റല്ല, എന്ത് ചെയ്യും തെറ്റായ ഉത്തരാണെങ്കിൽ? ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ല. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയും. അതെ, അപ്പൊ നമുക്ക് നോക്കാം. സി ധർമ്മദേവൻ ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം ധർമ്മദേവൻ. ഏതായാലും 5 ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 50 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര ചോദ്യമുണ്ട്? 2. 2 ചോദ്യം. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം. ധർമ്മദേവൻ മറ്റേത് രൂപത്തിലാണ് മുൻപ് ദ്വൈതവനത്തിൽ വെച്ച് യുധിഷ്ഠിരനെ പരീക്ഷിച്ചത്? എ നായയുടെ, ബി യക്ഷന്റെ, സി അശ്വത്തിന്റെ, ഡി നാഗത്തിന്റെ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി യക്ഷന്റെ. ഓപ്ഷൻ ബി യക്ഷന്റെ. ലോക്ക് ചെയ്യട്ടെ? ഓപ്ഷൻ ബി യക്ഷൻ ലോക്ക് ചെയ്യൂ. യക്ഷൻ നായയായിട്ടല്ലേ ഇപ്പൊ വന്നത്? അപ്പൊ അപ്പോഴും നായയായിട്ടല്ലേ വന്നേ? അല്ല. അല്ല, അശ്വത്തിന്റെ അല്ലേ? അല്ല. നാഗത്തിന്റെ ഞാൻ ചോദിക്കുന്നില്ല. അശ്വത്തിന്റെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവർ ദാഹിച്ച് വെള്ളം കുടിക്കാനിരിക്കുമ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് യക്ഷൻ ചോദ്യങ്ങൾ ചോദിക്കാൻ നേരത്ത് കുടിച്ചിട്ട് ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുടിച്ചിട്ട് ബോധം കെട്ടി വീഴും. അത് കഴിഞ്ഞ് ധർമ്മപുത്ര വരുമ്പോൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കും. വെരി ഗുഡ്. ചോദിച്ചു നോക്കാം. ബി യക്ഷൻ ശരിയോ തെറ്റോ? യക്ഷൻ. ആ ചോദ്യോത്തരം, യക്ഷന്റെ ചോദ്യോത്തരം വളരെ പ്രസക്തമാണ്. അത് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. വളരെ ഡീപ്പായിട്ടുള്ള ഫിലോസഫി, അത് ഭയങ്കര ഡീപ്പാണ് കേട്ടോ. നമുക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ മോട്ടോ കീപ് സ്മൈലിംഗ് എന്നല്ലേ? രണ്ടേരെ മൊത്തം ചിരി കാണുന്നില്ലല്ലോ. എന്താ? അതെന്താ? ടെൻഷൻ അടിച്ചിട്ടാ? പിന്നെ എന്താണ് മോട്ടോന്റെ അർത്ഥം? പരമാവധി പേർക്ക് പരമാവധി കാലയളവിലേക്ക് പരമാവധി സന്തോഷം നൽകുക എന്നതാണ്. അതാണ് കീപ് സ്മൈലിംഗ്. ഏതായാലും നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം. ധർമ്മപുത്രർക്ക് അല്പനിമിഷത്തേക്ക് നരകദർശനം ഉണ്ടായതിന് കാരണമെന്ത്? എ യുദ്ധസമയത്ത് കളവ് പറഞ്ഞതിനായി, ബി യുദ്ധത്തിൽ ബന്ധുഹത്യ ചെയ്തതിനാൽ, സി ബ്രഹ്മഹത്യ പാപത്താൽ, ഡി യുദ്ധത്തിൽ അധർമ്മം പ്രവർത്തിച്ചതിനാൽ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ യുദ്ധസമയത്ത് കളവ് പറഞ്ഞതിനാൽ. തർക്കമില്ലല്ലോ? ലോക്ക് ചെയ്യട്ടെ? ആ. എ യുദ്ധസമയത്ത് കളവ് പറഞ്ഞതിനാൽ. ലോക്ക് ചെയ്തേക്കും. എന്താ കളവ് പറഞ്ഞു? അശ്വത്ഥാമ ഹതകുഞ്ചര.
അശ്വത്ഥാമ ശരിയായ നോണ. അയാള് സത്യം നോണയൊന്നും പറഞ്ഞില്ല, കളവൊന്നല്ലല്ലോ പറഞ്ഞു. അശ്വത്ഥാമ ഹതഹ എന്ന് ശബ്ദത്തിൽ പറയുകയും കുഞ്ചര എന്ന് അപ്പൊ നമ്മൾ പറയുമ്പോ സമയത്ത് പലപ്പോഴത്തെ മോഹനന് വളരെ കുറച്ചില്ല, പലതും പറഞ്ഞു. പക്ഷെ മറ്റുള്ളവർ കേട്ടത് അതല്ലല്ലോ, അപ്പൊ അവര് വിശ്വസിച്ചത് വേറെയല്ലേ. അത് യുദ്ധേശ്വരന്റെ കുറ്റമല്ലല്ലോ, അത് യുദ്ധേശ്വരന്റെ കുറ്റമല്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാത്തത് എൻ്റെ കുറ്റമാണോ? അത് നിങ്ങളുടെ കുറ്റമാണോ? നിങ്ങളുടെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമില്ല അല്ലേ? ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ? യുദ്ധത്തിൽ കളവ് പറഞ്ഞതിനാൽ എന്നുള്ള ഉത്തരം ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം യുദ്ധത്തിൽ കളവ് പറഞ്ഞതിനാൽ. നിങ്ങൾ പറഞ്ഞ കാരണവും ശരിയാണ്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയേണ്ടത്. ഇല്ലെങ്കിൽ കേൾക്കാതെ പറയേണ്ട കാര്യമില്ലല്ലോ, അത് മനസ്സിൽ തന്നെ വെച്ചാൽ മതി. ഏതായാലും 7 ചോദ്യങ്ങൾക്കും നിങ്ങൾ കൃത്യമായ ഉത്തരം പറഞ്ഞു. 70-ൽ 70. നല്ല ഉഗ്രനായിരുന്നു, നന്നായിരുന്നു. മോളുടെ സംസ്കൃത സ്വപ്നം അത് ശരിക്കും സാക്ഷാത്കരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ആ ചിന്ത തന്നെ വളരെ വളരെ നല്ലതാണ്. ഇന്ന് നമ്മളുടെ നാട്ടിലെ പല തെറ്റായിട്ടുള്ള പല അനുഷ്ഠാനങ്ങൾക്കും ഇതെല്ലാത്തിനും കാരണം ഇത് തെറ്റായി മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. വളരെ നല്ലതാണ്. ഏതായാലും നമുക്ക് വരദേനെ വിളിക്കാം. വരദേ. അങ്ങനെ വലിയൊരു കടമ്പ കഴിഞ്ഞല്ലേ? എത്ര പോയിന്റ്സ് കിട്ടിയെന്ന്? 70 കിട്ടി. ഏതായാലും താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. വരും. അങ്ങനെ 70 മാർക്കും കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ഇതിൽ കൂടുതൽ എന്ത് പറയാനാ അല്ലേ? നിങ്ങളുടെ പെർഫോമൻസ് മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം. സ്വാമിജി, ഇവർ രണ്ടുപേരും നല്ലോണം ശരിക്കും പഠിച്ചു വന്നവരാണ്. അത് മാത്രമല്ല, അവർ ഈ മത്സരത്തിന് വേണ്ടി പഠിച്ചവരല്ല, അല്ലാതെ തന്നെ അവർ ഈ കഥകളിലേക്ക് ആഴത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലായി രണ്ടുപേരുടെ സംസാരത്തിൽ നിന്ന്. അപ്പം മത്സരത്തിന് വേണ്ടി പഠിക്കുന്നതും അല്ലാതെ പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പഠിച്ചവരാണത്. നേരത്തെ തന്നെ വായിക്കാറുണ്ടല്ലേ? കഥകൾ വായിക്കുന്ന ഇഷ്ടമാണ്. അത് അറിയാനുണ്ട്. എന്തായാലും വളരെ 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 നന്നായി രണ്ടുപേരുടെ പെർഫോമൻസ്. പിന്നെ നമുക്ക് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. യുധിഷ്ഠിരൻ്റെ ഈ ത്യാഗം എന്ന് പറയുന്നത് ഭീഷ്മരുടെ ത്യാഗത്തെക്കാളൊക്കെ എത്രയോ മൂല്യമുള്ള ഒരു ത്യാഗമായിരുന്നു യുധിഷ്ഠിരൻ്റെ ത്യാഗം. കാരണം ഈ ത്യാഗം എന്താണെന്ന് യുധിഷ്ഠിരനിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒരു സാധാരണ മനുഷ്യന് പരമാവധി ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സിലേക്ക് പോയാൽ ആ ഒരു അതിർത്തിയിൽ നിൽക്കുന്ന ഒരു ത്യാഗമാണ് യുധിഷ്ഠിരനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു നായയ്ക്ക് വേണ്ടിയിട്ട് ആ നായയെ കൂടി കയറ്റിയെങ്കിൽ മാത്രമേ താൻ സ്വർഗത്ത് വരുന്നുള്ളൂ. അപ്പോൾ സ്വർഗം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ സ്വർഗത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്നുണ്ട്, ചിലരങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഇത് സ്വർഗം പോലും തൃണം പോലെ ഉപേക്ഷിക്കാനുള്ള ഒരു മാനസിക ഭാവം യുധിഷ്ഠിരൻ. അപ്പോൾ എത്ര വിശാലമായ മനസ്സായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു നായയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിശക്തന്മാരായ സഹോദരന്മാരിരിക്കുമ്പോൾ യക്ഷപ്രശ്നത്തിൽ നകുലനെ ജീവിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് മാദ്രി എന്ന ഭാര്യയിൽ, പാണ്ഡുവിൻ്റെ മാദ്രി എന്ന ഭാര്യയിൽ ഉണ്ടായ മൂത്തപുത്രനെ ജീവിപ്പിക്കാൻ പറഞ്ഞതും വേണമെങ്കിൽ പറയാമായിരുന്നു. ഭീമനെ വേണമെന്ന് പറയാമായിരുന്നു, അല്ലെ അർജുനെ വേണമെന്ന് പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. അവിടെ പറഞ്ഞത് ആ ധർമ്മം അനുസരിച്ചിട്ടാണ്. ധർമ്മം അനുസരിച്ചിട്ട് മാദ്രിയുടെ പുത്രൻ, കുന്തിയുടെ പുത്രനായ താനുണ്ട് മൂത്തപുത്രൻ, അപ്പോൾ മാദ്രിയുടെ പുത്രൻ ജീവിച്ചിരിക്കട്ടെ എന്ന് ആവശ്യപ്പെട്ടത് വലിയൊരു ത്യാഗമാണ് അവിടെ കാണുന്നത്. അവിടെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല ധർമ്മപുത്രർ. അതുപോലെ സ്വർഗത്തിൽ ചെന്ന ശേഷം അവരെല്ലാം നരകദർശനമാണ് നേരത്തെ പറഞ്ഞതുപോലെ. ആ നരകദർശനത്തിൽ അനുഭവിക്കുന്ന സമയം അത് സഹോദരന്മാരും അതുപോലെ ദ്രൗപദിയും എല്ലാം നിലവിളിക്കുന്ന കേട്ടപ്പോൾ അങ്ങ് കുറച്ചു നേരം നിന്നാൽ അങ്ങയുടെ ആ വസ്ത്രത്തിൽ തട്ടി അല്ലെ ശരീരത്തിൽ തട്ടി വരുന്ന ആ കാറ്റ് ഏറ്റു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരല്പം ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, ഈ നരകത്തിൽ നിന്ന് പോകുന്നില്ല, നിങ്ങളോടൊപ്പം നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അപ്പോഴും സ്വർഗം വേണ്ടാന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ ത്യാഗം ഒരു മനുഷ്യന് സാധിക്കാവുന്നതിൻ്റെ ഒരു നമുക്ക് പറയാൻ ഊഹിക്കാൻ പറ്റാത്തൊരു ത്യാഗമാണ്. അത്രയും ത്യാഗം സ്വന്തം ജീവിതത്തിൽ കാട്ടിയ ഒരു വ്യക്തിത്വമായിരുന്നു ധർമ്മപുത്രർ. അവിടെ ഭീഷ്മരുടെ ത്യാഗമൊക്കെ നിഷ്പ്രഭമായി പോയി എന്ന് വേണം പറയാൻ. അതൊരു ത്യാഗമേ അല്ലാതായിപ്പോയി.
അപ്പം ഇങ്ങനെയുള്ള ത്യാഗസമ്പന്നന്മാരായ ആൾക്കാരായിരുന്നു ഈ നാടിൻ്റെ സമ്പത്ത്, അല്ലെങ്കിൽ ശക്തി, ഓജസ്, തേജസ് എല്ലാം. അപ്പം അങ്ങനെയുള്ള ഭാരതീയരെയാണ് നമുക്ക് വേണ്ടത്. സ്വർഗം പോലും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെ ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിക്കാൻ കഴിയുന്ന ആ ഭാവമുള്ള ജനങ്ങളെ കൊണ്ടാണ് ഈ നാടിന് നന്മയും അഭിവൃദ്ധിയും എല്ലാം ഐശ്വര്യവും എല്ലാം ഉണ്ടാകുന്നത്. അപ്പം അത് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠമാണ്. നിങ്ങളുടെ ജീവിതത്തിലും അല്പമെങ്കിലും ത്യാഗം നമ്മുടെ സമൂഹത്തിന്, രാഷ്ട്രത്തിന് ഒക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ പരം വലിയൊരു മഹിമയില്ല. ആ മഹിമ നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ ഇതിലൂടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. വളരെ വളരെ നന്നായി. അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ. പാണ്ഡവരുടെ സ്വർഗാരോഹണ യാത്രയെ അധികരിച്ച് 2 കുട്ടികളും നന്നായി ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു. അതിനേക്കാളുപരി അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഇഫ്താഫമയം ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ നിസ്സാരമായ വിഷയങ്ങളാണ്, ഞങ്ങൾക്ക് ആലോചിക്കാനൊന്നുമില്ല, അപ്പം തന്നെ ഞങ്ങൾ മറുപടി പറഞ്ഞോളാം. ആ ഒരു വിഷയങ്ങളോട് സമീപിക്കുന്ന അവരുടെ ഗൗരവമില്ലായ്മ, അത്രയുടെ ഗൗരവമായ വിഷയമൊന്നുമല്ല. കാരണം ഇതൊക്കെ ഞങ്ങൾ എത്രയോ കാലം വായിച്ച് പഠിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ചോദിച്ചോളൂ, അപ്പം തന്നെ ഞങ്ങൾക്ക് മറുപടി പറയാം, ആലോചിക്കുക പോലും വേണ്ട. ഈ ഒരു സാഹസ ബുദ്ധി, അറിവിലേക്കുള്ള ബുദ്ധി നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളിലും ജീവിതത്തിലും മറ്റു പാഠങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള ഒരു നിസാരഭാവത്തോടെ വിഷയങ്ങളെ കണ്ട് അഭിമുഖീകരിക്കാനുള്ള കരുത്ത് ഈ ശ്രേഷ്ഠ ഭാരതത്തിലെ പ്രശ്നോത്തരിയിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റി. ഇനിയും ഇത് വളർത്തിക്കൊണ്ടെന്ന് ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം സ്വർഗാരോഹണം എന്നുള്ള വിഷയം, അത് മനുഷ്യ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെക്കുറിച്ച് ഭാരതീയരായ ഋഷിമാർ എത്രയോ കാലം മുമ്പ് വിഭാവന ചെയ്തൊരു സത്യമാണ്. ഭൗതിക ലോക ജീവിതത്തിൽ നിന്നും എന്നെങ്കിലും ഒരിക്കൽ വിരക്തി നേടി പോവുക തന്നെ ചെയ്യണം. വിരക്തി നേടിയിട്ടാണ് വേണ്ടത്, അല്ലാതല്ല. ബ്രഹ്മചര്യമോ ഗാർഹസ്ഥ്യമോ വാനപ്രസ്ഥമോ ഒക്കെ അനുഷ്ഠിച്ച് ആ ഒരു വിരാഗൻ്റെ അവസ്ഥയിലേക്ക് തന്നെ എത്തണം. യുധിഷ്ഠിരനെ സംബന്ധിച്ച് ജനിച്ചു വീണതൊരു വനത്തിലാണ്. അവിടെ നിന്നും അനുജന്മാരുടെ കൈപിടിച്ച് വിധവയായ അമ്മയുടെ കൂടെ തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ അച്ഛൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തി അമ്മയും സഹോദരന്മാർ, അവരുടെ പുത്രന്മാരും, ഒരു വലിയ വൻപട. അതിൻ്റെ ഇടയ്ക്ക് ജീവിതം ഞെരുങ്ങി ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചാണ്. എന്തെന്ത് കഷ്ടതകൾ, യാതനകൾ, വിഷമതകളൊക്കെ അനുഭവിച്ച് ആ വാസ്തവത്തിൽ ബ്രഹ്മചര്യം എന്ന ഒരു കാലഘട്ടം പോലും വളരെ ബുദ്ധിമുട്ടിയാണ് അനുഭവിച്ചത്. അതിനുശേഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോഴും അപ്പോൾ മുതൽ ഓരോരോ ഘട്ടങ്ങളിൽ ജീവിതത്തിൽ ഒരാൾ അനുഭവിക്കേണ്ട മുഴുവൻ വനവാസത്തിലായിരുന്നു, കാട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ വനവാസകാലത്തിൽ അനുഭവിച്ച ഒരു കരുത്ത്, ഈ അനുഭവങ്ങളൊക്കെ യുധിഷ്ഠിരൻ തന്നെ കരുത്തുണ്ടാക്കി കൊടുത്തു. ഒരു വലിയ യുദ്ധത്തെ നേരിട്ടു. ഒരു വലിയ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ട എല്ലാത്തരം വിഷമതകളും സുഖങ്ങളും ആഡംബരങ്ങളും എല്ലാം ആവോളും അനുഭവിച്ചു. ഇനിയും ഇതെന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഇത് മരണം വരെ കൊണ്ടു നടക്കേണ്ടതല്ല. ഇത് അദ്ദേഹത്തിന് ശരിക്കും കിട്ടിയത് ഇളയച്ഛനായ വിതുരനിൽ നിന്നാണ്. ആ വിതുരർ ധൃതരാഷ്ട്രടുക്കൽ പല പ്രാവശ്യം ഉപദേശിക്കും, ഇത് മതിയാക്കൂ, ജീവിതം മതിയാക്കി അങ്ങേക്ക് വാനപ്രസ്ഥന് പോകാനുള്ള സമയമായി, ഈ രാജ്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കരുതെന്ന് 100 പ്രാവശ്യം ഉപദേശിക്കും. പക്ഷെ ഒന്നും കേൾക്കാൻ തയ്യാറല്ല. പക്ഷെ അവസാന നിമിഷം രാജ്യം മുഴുവനും കഴിഞ്ഞ മക്കളെല്ലാം സകലമാന ആൾക്കാരും മരിച്ചു കഴിഞ്ഞും പാണ്ഡവരുടെ ശത്രുക്കളായ പാണ്ഡവരുടെ ചോറുള്ള അവരുടെ കയ്യിൽ നിന്നും വാങ്ങി കഴിച്ച് ജീവിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ വിതുരർ ചോദിച്ചു, നാണമില്ലേ, വിട്ടുപോകൂ ഇവിടം എന്ന്. ഈ ഒരു വാക്ക് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. ആ അർദ്ധരാത്രിയിൽ കൂരിരുട്ടത്ത് കണ്ണ് കാണാതെ അദ്ദേഹം വാനപ്രസ്ഥത്തിന് കാട്ടിലേക്ക് യാത്രയാവുന്നു. പിറ്റേ ദിവസം യുധിഷ്ഠിരൻ ആ അച്ഛനെയും അമ്മയെയും കാണാതെ ദുഃഖാകുലനായി വെള്ളം പോലും കുടിക്കാതിരുന്നു. അപ്പോഴാണ് നാരദ മഹർഷി എന്ന് പറയുന്നത് അവർ വാനപ്രസ്ഥന് പോയിരിക്കുന്നു എന്ന്. ഇത് യുധിഷ്ഠിരനെ വളരെയധികം ചിന്തിപ്പിച്ചു. ഇതാണ് ജീവിതത്തിൽ വേണ്ടത്. ഭൗതിക ജീവിതത്തിൽ എന്തൊക്കെ സുഖസൗകര്യങ്ങളും എന്തൊക്കെ അനുഭവങ്ങളും വാരിക്കൂട്ടിയാലും മതിയാകലുണ്ടാവണം. ഇത് മതി, കുറേ ആയി, ഇനി ഇതൊക്കെ ഉപേക്ഷിച്ച് പോകണം എന്നൊരു ചിന്ത ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഈ സ്വർഗാരോഹണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ഓരോ മനുഷ്യനും ഇത് പാഠമാകണം.
ധാരാളം വെട്ടിക്കൂട്ടി കുടുംബജീവിതത്തിൽ ഇഷ്ടം പോലെ അനുഭവിച്ചു. ആവോളം സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും അനുഭവിച്ചു. അത് മരിക്കുന്നിടവരെയും കൊണ്ടു നടക്കാനുള്ളതല്ല. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അത് മതിയാക്കണം. ഇത് മതി, ഇത് മതി, ഇത് മതി എന്നുള്ളൊരു വിരക്തി ഉണ്ടായാൽ ജീവിതം സാർത്ഥകമായി തീരും. ആ ഒരു വിരക്ത അവസ്ഥയിൽ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്താനുള്ളൊരു വഴി ഈശ്വര അവബോധം കൊണ്ട് കാണിച്ചു തരും. അതിലേക്ക് എത്തിച്ചേർന്ന ജീവിതം സാഫല്യമാകണം എന്നുള്ള മനോഹരമായൊരു തത്വശാസ്ത്രത്തെ സ്വർഗാരോഹണ കഥയിൽ കൂടി മഹാഭാരതത്തിൽ ആവിഷ്കരിച്ചു. ഈ കഥ വായിച്ചു തള്ളാനുള്ളതല്ല, ജീവിതത്തിൽ ഓരോന്ന് അനുഭവിക്കുമ്പോഴും ഞാൻ കുറേ അനുഭവിച്ചല്ലേ, ഇത് മതിയാക്കാം. അന്തിമ നിമിഷം വരെയും പായസം കുടിക്കണമെന്നൊരു മോഹം ഉണ്ടാവണ്ട. അത്ര കാലം ഞാൻ കുടിച്ചതാണിത്, ഇനി ഇത് മതിയാക്കാം, എനിക്കില്ല, വേണ്ട എന്ന് ഈ വേണ്ട എന്ന് വെക്കലെന്ന വിരക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ കഥ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. അലക്സാണ്ടർ സർ. രണ്ട് കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. എല്ലാ ചോദ്യവും ഭംഗിയായിട്ട് ഉത്തരം പറഞ്ഞു. മോള് സംസ്കൃതം പഠിച്ച് ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. ഒരുപാട് വായിച്ച് മെനക്കെടണ്ട. വിശ്വനാഥ നമ്പൂരി സാറിൻ്റെ സനാതനമസുധ മാത്രം വായിച്ചാൽ അത് ഋഗ്വേദം തൊട്ട് ഇനി അറ്റം വരെ കംപ്ലീറ്റ് പുസ്തകം മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം അല്ലെങ്കിൽ സ്വർഗാരോഹണം നമ്മെ പഠിപ്പിക്കുന്ന ചില പ്രത്യേക പാഠങ്ങളുണ്ട്. 5 മാത്രം ഞാൻ പറയാം. അതിലാദ്യത്തെ എൻ്റെ ടൈമാണ്. എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യപ്പെട്ടത്? ധൃതരാഷ്ട്രം ഗാന്ധാരിയെല്ലാം വനത്തിൽ തീ പിടിച്ച് അഗ്നിയിൽ ദഹിച്ചു എന്ന വിവരം കിട്ടി ആദ്യം. അപ്പോൾ യുധിഷ്ഠിരൻ ആദ്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വിതുരർ ഇവരോട് പറയുന്നുണ്ട്, കാട്ടുതീ വന്നാൽ ഓടിക്കളയരുത്, കാരണം അല്ലാതെ നമ്മൾ മരിച്ചാലേ നമുക്ക് ചെതയൊരുക്കി നമ്മളെ അഗ്നി വെക്കാൻ ആരും ഇല്ല. ഇത് അഗ്നി ഭഗവാൻ തന്നെ നമ്മളെയും കൺസ്യൂം ചെയ്താൽ വളരെ എളുപ്പമല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് അവർ ഓടിയില്ല കാട്ടുതീയിൽ. അങ്ങനെ അവർ ദഹിച്ച്. അപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യ ചിന്ത വന്നു. രണ്ടാമത് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 36 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. എങ്ങനെയാണ് ഈ 36 വർഷം ഫിക്സ് ചെയ്തത്? മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഗാന്ധാരി വന്നിട്ട് ഈ മക്കളുടെ ശവശരീരമെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ വന്നു. ഭഗവാൻ കൃഷ്ണനോട് ഗാന്ധാരി പറഞ്ഞു, നീ വിചാരിച്ചാൽ ഈ യുദ്ധം ഒഴിവാക്കായിരുന്നു. എൻ്റെ 100 മക്കൾ ഒരെണ്ണത്തെ നീ ബാക്കി വെക്കണ്ടേ? അതുകൊണ്ട് ഞാൻ നിന്നെ ശപിക്കുകയാണ്. 3 വ്യാഴവട്ടം കഴിയുമ്പം നിന്റെ യാദവകുലം എൻ്റെ കുലം നശിച്ച പോലെ നശിക്കുമെന്ന് പറഞ്ഞു. ഭഗവാനോടാണ് ശാപം. ഭഗവാൻ ചിരിച്ച്, ഗാന്ധാരി, നീ ഉണ്ടാക്കി 50 കൊല്ലത്തെ താപശക്തി കൊണ്ട് നിനക്ക് സൂര്യനെ പിളർക്കായിരുന്നു, എന്ത് വേണം നിനക്ക് ചെയ്യായിരുന്നു, നീ ഇത് വെറുതെ വേസ്റ്റായി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. കാര്യം 3 വ്യാഴവട്ടങ്ങൾ യാദവകുലം നശിക്കുമെന്ന് എഴുതി വെച്ചിട്ടുള്ളതാണ്, നീ അതിന് മെനക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഗാന്ധാരി എന്ന് പറഞ്ഞൊരു വിധവ സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു മക്കളില്ലാതായ ഒരു സ്ത്രീയുടെ ശാപം ഭഗവാന് പോലും തടക്കാൻ പറ്റിയല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിധവയുടെ ശാപം പിടിച്ച് തലവെച്ച് കളയരുത്. ഒരു മക്കളില്ലാത്ത സ്ത്രീയുടെ ശാപം തലവെച്ച് കളയരുത്. പോലീസ് ഒരുപാട് സംഭവം കണ്ടിട്ട് രക്ഷപ്പെടുകയില്ല. അപ്പോൾ ഈ 36 വർഷത്തിൽ യാദവകുലം നശിച്ചപ്പോഴാണ് ഈ മഹാപ്രസ്ഥാനം തുടങ്ങുന്നത്. ആ ടൈമിങ് വളരെ പ്രത്യേകമാണ്. മൂന്നാമത്, ഈ മഹാഭാരതം തുടങ്ങുമ്പോഴൊരു പട്ടിയുണ്ട്, തീരുമ്പോഴൊരു പട്ടിയുണ്ട്. രണ്ടിൻ്റെ പേര് ഒന്ന് തന്നെയാണ്, സരമ. ഋഗ്വേദത്തിലെ പട്ടിയുണ്ട്, സരമയാണ്. ശ്രീരാമനോട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്ന പട്ടിയുടെ പേരും സരമയെന്നാണ്. പക്ഷേ ഋഗ്വേദത്തിലെയും രാമായണത്തിലെയും പട്ടികൾ സ്ത്രീലിംഗമാണ്. മഹാഭാരതത്തിൽ 2 പട്ടിയും പുല്ലിംഗമാണ്. നല്ല രസമാണ് ഇത് പഠിക്കാൻ. അതിൻ്റെ ഫിലോസഫിയിൽ ഞാൻ കയറുന്നില്ല. അപ്പോൾ ആ തുടക്കവും അവസാനവും വന്ന് നിൽക്കുന്ന ആ ഒരു വേദവ്യാസിൻ്റെ ആ ഒരു കർമ്മ പദ്ധതി ആ പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. മൂന്നാമത്തേത്, ഇവർ ഓരോരുത്തരും ഇങ്ങനെ പോകുമ്പോൾ വീഴുകയാണ്. ആ വീഴുന്നതിന് ഓരോരുത്തരും യുധിഷ്ഠിരൻ കാരണം പറഞ്ഞു എന്താ വീഴുന്നതെന്ന്. അത് ഓരോരുത്തരും വീഴുന്നത് 5 ഇത് കാരണമാണ്, അഹങ്കാരം കാരണമാണ്. അതിലൊരെണ്ണം ഈ ചോദ്യത്തിൽ വന്നു, ഓരോ അഹങ്കാരം വന്നു. അപ്പോൾ പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ എന്നുള്ള ഇംഗ്ലീഷ് ഭാഷയിലെ പ്രസിദ്ധ ആപ്തവാക്യമാണ്. അത് പാഞ്ചാലി തൊട്ട് ഭീമസേനം വരെ വീഴുന്ന ഓരോ അഹങ്കാരങ്ങൾ കാരണമാണ്. അപ്പോൾ അഹങ്കരിച്ചാൽ അതപ്പതിക്കും. അത് കൃത്യമായിട്ട് ആ സ്വർഗാരോഹണത്തിൽ കാണിക്കുകയാണ്, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 5ാമതായിട്ട് പഠിക്കാനുള്ള പാഠം, മേളിലങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം ബാക്കിയെല്ലാവരും വീണ് കഴിച്ച് ആദ്യം നരകത്തിൽ കൊണ്ടുപോയിട്ടാണ് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അത് ദാന്തയുടെ ഡിവൈൻ കോമഡി ചെയ്യുന്ന പോലെയാണ്. ആദ്യം ഇൻഫോർണോ കാണിച്ചിട്ടാണ് പിന്നെ പാരഡൈസിലോട്ട് കൊണ്ടുവന്നത്. വലിയ ധനസ്ഥിതിയുള്ളവരും ദൈവം ഒരുപാട് അനുഗ്രഹം കൊടുത്തവരും കംപ്ലൈൻറ്റ് ചെയ്യും ചില സമയത്ത്. പക്ഷേ അത് വേറൊരു ഇതിനേക്കാൾ കഷ്ടമുള്ള ഒരാളിൻ്റെ കണ്ടാൽ മാത്രമേ നമുക്ക് കിട്ടിയ ഭാഗ്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മുടന്തനായ ഒരാൾ ദൈവത്തെ പഴിച്ചുകൊണ്ടിരുന്നു, എന്നെ മുടന്തനാക്കി കളഞ്ഞല്ലോ എന്ന്. അവസാനം റോഡിൽ വന്നപ്പം കാലില്ലാത്ത ഒരു മനുഷ്യൻ തെണ്ടി നടക്കുന്നു. അത് കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു, അയ്യോ ഇത്രയല്ലല്ലോ ദൈവം എന്നെ ഇത്രയും രക്ഷപ്പെടുത്തില്ലേ എന്ന്. അപ്പം നരകം കണ്ടാലേ സ്വർഗം എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് യുധിഷ്ഠിരനെ ആദ്യം നരകത്തിൽ കൊണ്ടുപോയിട്ട്
പിന്നെയാണ് സ്വർഗ്ഗലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് വളരെ രസകരമായ സംഭവമാണ്. നമുക്ക് കൗണ്ട് ദ ബ്ലെസ്സിങ്സ് ഗോഡ് ഗേവ് അസ്. ഓരോരുത്തരും അവരവർക്ക് ഈശ്വരൻ തന്ന അനുഗ്രഹങ്ങളെ എണ്ണണം, അല്ലാതെ കിട്ടാതെ പോയ കാര്യങ്ങൾ എണ്ണരുത്. അതാണ് സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. ലുക്ക് ഡൗൺ ആൻഡ് ലേൺ ലൈഫ്. മാനസിക രോഗങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ 5 തത്വങ്ങളാണ് ഈ സ്വർഗാരോഹണത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, യുവാക്കൾ പഠിക്കേണ്ട പാഠം. താങ്ക് യു സർ. ഹെബ്ബാർജി, ഏതായാലും 70 മാർക്കും കിട്ടി. വളരെ സന്തോഷത്തോടെ സ്കൂളിൻ്റെ എന്താ പറയുക അർത്ഥവത്തായ ആ വാക്കുകൾ കീപ് സ്മൈലിംഗ്, അത് ആ സ്മൈലോടെ തന്നെ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു ചെറിയ 2 വാക്കുകൾ കീപ് സ്മൈലിംഗ് എന്ന് പറയുന്നത് വലിയ അർത്ഥമുള്ള കാര്യങ്ങളാണ്. ജീവിതം എപ്പോഴും ഇങ്ങനെ നേരിടുക കേട്ടോ, വിത്ത് എ സ്മൈൽ വാട്ട് എവർ ഹാപ്പൻസ്. ഇപ്പോൾ ഇവിടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞത് അത് തന്നെയാണ്. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സാം ശരിയായില്ല, അല്ലെങ്കിൽ വേറൊരു സംഭവം, എന്തെങ്കിലും ഒരു സ്മോൾ തിങ് നമ്മളെ ഡൗൺ ആക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതുപോലും ഇല്ലാതെ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും കഷ്ടമുണ്ടോ എന്നുള്ളത് നമ്മളെ മനസ്സിൽ മനസ്സിലാക്കുക. ആൻഡ് മേ യുവർ ഡ്രീംസ് കം ട്രൂ. ഇയാൾക്ക് 2 ഡ്രീമാണ്, അത് രണ്ടും കൂടി ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ എങ്ങനെ ആക്കുന്നുള്ളതാണ്. റോക്കറ്റിലും പോകണം, താഴെ ഷിപ്പിലും പോകണം. ഈ ഷിപ്പിൽ പോയി റോക്കറ്റ് വിടുമെന്നുള്ളത് നോക്കണം, നടക്കാതെ ഇല്ല. അങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ മോളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഡ്രീമാണത്. ഞാൻ 2 സംസ്കൃത സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചു. സ്വന്തമായിട്ട് ഡയലോഗ്സ് ഞാനും പറഞ്ഞു. സത്യം പറഞ്ഞാൽ 5 വയസ്സിക്ക് ഇപ്പോൾ ഒരു സംസ്കൃത വാക്ക് പോലും ഇപ്പോൾ പറയാനറിയില്ല. അന്ന് വലിയ പണ്ഡിതന്മാർ സൈഡിലിരുന്ന് പറഞ്ഞു തന്ന് അത് കൃത്യമായിട്ടും പഠിച്ച് അപ്പോൾ പോയി വേഗം പറഞ്ഞു മറക്കണതിന് മുമ്പ്. അതേപോലെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ശബ്ദം കൊടുത്ത് എൻ്റെ ശബ്ദത്തിൽ തന്നെ വന്നു. പക്ഷെ എനിക്ക് ആ ഫാസിനേഷൻ വിത്ത് എ ലാംഗ്വേജ് ഉണ്ടായിട്ട് പോലും അവിടെയാണ് മോള് പറയുന്ന കാര്യം വളരെ പ്രസക്തമാവുന്നത്. എനിക്കത് പിന്നീട് യൂസ് ചെയ്യേണ്ട ആവശ്യമോ സ്ഥലമോ കാര്യമില്ല. എൻ്റെ പാഷനോടെ ഞാൻ അതിന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് പിന്നീട് വേറെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വന്നു. പക്ഷേ ഈ മോള് പറഞ്ഞതുപോലെ അതൊരു കോമൺ മാനിലേക്ക് എത്തുന്നത് വളരെ ജനകീയമായിട്ട് എല്ലാവർക്കും ഈസിലി അത് മനസ്സിലാക്കാനും ഇതൊരു ഭാഷയാണ്, ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. ചേച്ചി പറഞ്ഞതുപോലെ ഒരുപാട് വലിയ തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാൻ പറ്റുന്നൊരു ഭാഷയും കൂടിയാണ് എന്ന് കാണുമ്പോൾ മോളുടെ ഡ്രീമും കൂടി എന്താ പറയുക അതിനുള്ള വഴി മോള് തന്നെ കണ്ടുപിടിക്കും. ബിക്കോസ് വെൻ യു ഹാവ് എ പാഷൻ യു വിൽ ഫൈൻഡ് യുവർ ഓൺ വേ. മോൻ്റെ അടുത്ത് ലാസ്റ്റ് ടൈം ചോദിച്ചു തോന്നുന്നു, ബട്ടാണല്ലോ സെക്കൻഡ് നെയിം. അതെന്നെ എനിക്കറിയാം, ബട്ട് എന്താണെന്ന് എനിക്കറിയാം. ബട്ട് യു ആർ ഫ്രം എന്താ വീട്ടിലെന്താ സംസാരിക്കുന്നത്, ഏത് ഭാഷ സംസാരിക്കുന്നത്? അതാണ് ഞാൻ അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈം ഞാൻ ചോദിച്ചിരുന്നോ മോൻ്റെ അടുത്തത് അല്ലേ? ഓക്കെ അതുകൊണ്ടാണ് മനസ്സിലിപ്പോ നിന്നത്. ഭാഗ്യം അവിടെ കൊണ്ട് നിർത്തിയല്ലോ. ഞാൻ വിചാരിച്ചു ഇല്ല സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ ഇതൊക്കെ ഇറങ്ങി. സാർ പറഞ്ഞില്ലേ പ്രൈഡ് ബിഫോർ ഫാൾ എന്ന് പറഞ്ഞു, ആ പ്രൈഡൊക്കെ പോയി. തുളു അറിയുന്ന പ്രൈഡ് സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പോയി. അതുകൊണ്ട് അതിലേക്ക് മുതിരുന്നില്ല. വിഷ് യു ബോത്ത് ദ വെരി ബെസ്റ്റ്. എന്നാലും മോൻ വേണമെങ്കിൽ തുളുവിൽ എന്തെങ്കിലും ചോദിച്ചോട്ടോ, അങ്കിളിനോട് എന്തെങ്കിലും ചോദിക്കും. സുഖാണോന്ന് ചോദിച്ചോ. എന്താന്ന് ಎಡ್ಡೆ ಉಳ್ಳೆ ಲಾಯ್ಕಡೆ ಉಳ್ಳೆ ಖುಷಿಟೇ ಉಳ್ಳೆ ಇಂಕ್ಲು ಪಣ್ಪುಣ ಕತೆ ಕೇಂತ ಮಸ್ತ್ ಖುಷಿಯಾನ ಇಂಕ್ಲು ಇಡುವರ್ನ ಪರ್ಫಾರ್ಮೆನ್ಸ್ ಉತ್ಲ ಮಸ್ತ್ ಖುಷಿಯಾನ ಇಂಕ್ಲೆ നമസ്കാരം. എനിക്ക് പറ്റുന്നത് ഞാൻ പറഞ്ഞു നന്ദി നമസ്കാരം. അറിയാണ്ട് ചോദിച്ചു എന്നോട് ക്ഷമിക്കണം. നിർത്തിയിരിക്കണോ? അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നാലോ? ഇനി എന്തുട്ടല്ലേ, ഫുൾ മാർക്ക് കിട്ടി, നല്ല കമന്റ്സ് കിട്ടി, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്നും പറഞ്ഞു. ഇനിയിപ്പോ എന്താ പ്രത്യേകിച്ച്, നമുക്ക് ഈ ഒരു റൗണ്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാലോ. ഓക്കെ, അപ്പൊ വജ്രവ്യൂഹം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. മകരവ്യൂഹത്തിൽ ഇന്ന് പെർഫോം ചെയ്യാനായിട്ട് എത്തുന്നത് ആരാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഹെബാർജി. ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര പാലക്കാട്. മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. ഞാൻ വന്നപ്പോഴേ ചിരിക്കാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ ചിരിക്കാണ്ടിരുന്ന പ്രശ്നമാണോ എന്ന് വിചാരിച്ചിട്ട്. എന്താ പേര്? എത്രാം ക്ലാസ്സിലാ? 6th എന്റെ പൊന്നെ. മോളുടെ പേര്? ഞാൻ നിത്യശ്രീ ചക്കിങ്കൽ. ഞാൻ 7th പഠിക്കുന്നു. 7th. ഞാൻ ശ്രീദേവ് പി സുധീഷ് 7th പഠിക്കുന്നു. ഞാൻ ഉദയ് വാസു +1 പഠിക്കുന്നു. റയാൻ മുജീബ് +1. ഓക്കെ. ഇയാൾ എന്താ അത്ര സീരിയസ്? അയ്യപ്പനായണ്ട പറയാം. 5 പേരും ഒരു ആദ്യമായിട്ടാണോ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ശ്രേഷ്ഠ ഭാരതത്തില്? അവള് വന്നിട്ടുണ്ട്. ആര്? അവള് വന്നിട്ടുണ്ട്.
ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ അഭിനയിച്ചിട്ടില്ല. ആ, നമ്മൾ അഭിനയം കണ്ടു പഠിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണോ ഇപ്പൊ അഭിനയിക്കാൻ വന്നത്? വന്നിരിക്കുന്നു. ചെറുതായിട്ടൊക്കെ. ചെറുതായിട്ടൊക്കെ. ഈ ചിരിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ ചിരിക്കാത്ത? നമ്മള് ഫുൾ മോഡേൺ പവർ. ഓ മൈ ഗോഡ്, ഫുൾ മോഡേൺ പവർ മോഡാണ്. വിചാരിക്കുന്നത് അപ്പൊ ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് വിചാരിക്കണത്. സംഭവം എല്ലാം ഇവിടെ സേഫ് ആക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചേക്ക. എനർജി മൊത്തം നമ്മൾ പെർഫോമൻസിലെ വെറുതെ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ച് എന്റെ എനർജി കളയാനൊന്നും തന്നെ കിട്ടില്ല. ഞങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ പൊളിക്കും. നിങ്ങളുടെ ഒരു എന്താ പറയാ വിഷയം എന്താണ് ഈ വേദിയിൽ അവതരിപ്പിക്കുന്ന സ്കിറ്റിന്റെ? ഞങ്ങൾ വേട്ടതുള്ളലിന്റെ ഐതിഹ്യം. ആ, എളുപ്പമുണ്ട്. ഞങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും സ്മാർട്ടാണ്, ചാടി ചാടി നിൽക്കണണ്ട അല്ലേ? അപ്പൊ എന്തായാലും മനോഹരമായിട്ട് തന്നെ ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഭൂലോകത്തിൽ മാത്രമല്ല ദേവലോകത്തും ശല്യമായി തീർന്ന മഹിഷാസുരന്റെ നിഗ്രഹത്തിന് കാരണം ദേവന്മാരാണെന്ന് മനസ്സിലാക്കിയ സഹോദരി മഹിഷി ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി പരമശിവനും മഹാവിഷ്ണുവിനും ചേർന്നുണ്ടാകുന്ന പുത്രനല്ലാതെ മറ്റാർക്കും തന്നെ കൊല്ലാൻ കഴിയരുതേ എന്ന വരം വാങ്ങുന്നു. വരബലത്താലുള്ള മഹിഷിയുടെ ക്രൂരതകൾ തടയാനായി ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ഹരിഹരസുതൻ അവതരിക്കുന്നു. ഈ കുട്ടിയെ ശിവഭക്തനായ പന്തളം രാജാവിന് ലഭിക്കുന്നു. രാജാവിന്റെ സ്വന്തം പുത്രനെ തന്നെ രാജാവാക്കാൻ റാണിയെ പ്രേരിപ്പിച്ച മന്ത്രിയുടെ കുബുദ്ധിയാൽ മാതാവിന്റെ രോഗശമനത്തിനായി മണികണ്ഠൻ പുലിപ്പാലിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. ഈ സമയം വനത്തിൽ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശംഭോ മഹാദേവ. ആരാടാ നിന്റെ മഹാദേവൻ? സാക്ഷാൽ പരമേശ്വരൻ, സംഹാരമൂർത്തിയായ പാർവതി വല്ലഭൻ. ദേവലോകവും ഭൂലോകവും ഭരിക്കുന്ന ഈ മഹിഷിയുള്ളപ്പോൾ സംഹാരമൂർത്തിയോ? സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ഇനി ഈ മഹിഷി മതി. പറയൂ, മഹിഷ്യൈ നമഃ. ഓം നമഃ ശിവായ. അനുസരിക്കില്ലല്ലേ? ഇത് കാട്ടിലൂടെയുള്ള നടവഴിയാണ്. വരൂ, നമുക്കല്പം വിശ്രമിക്കാം. എണീക്കൂ, എണീക്കൂ, ഇതാ മഹിഷി വരുന്നു. മാറി നിൽക്കൂ. മാറി നിൽക്കൂ മൃഗമേ. നിനക്ക് ഇത്ര അഹങ്കാരമോ? ഹേ മഹിഷി, മൃഗമായ നീ മനുഷ്യരോടും ദേവന്മാരോടും ഉപചാരം കാട്ടാൻ പഠിക്കൂ. ഈ കാടും നാടുമെല്ലാം എന്റെ കാൽ കീഴിൽ, ഇന്ദ്രലോകം എന്റെ നിയന്ത്രണത്തിൽ. എന്തിനധികം ദേവേന്ദ്രൻ എന്നെ ഭയന്ന് പ്രയാണം ചെയ്തിരിക്കുന്നു. ഈ നമ്മയാണോ നീ മൃഗമെന്ന് വിശേഷിപ്പിച്ചത്? ഹേ മഹിഷി, നാം വിചാരിച്ചാൽ 7 ഭുവനങ്ങളും നമുക്ക് മുൻപിൽ നൃത്തം വഹിക്കും. നിസ്സാരനായ നീയാണോ പ്രപഞ്ച ജേതാവായ നമ്മുടെ മുൻപിൽ ഗർജിക്കുന്നത്? നിന്റെ രക്തം കുടിച്ചെന്റെ ദാഹം തീർക്കട്ടെ. മഹിഷമേ, അക്രമം എന്റെ ആദർശമല്ല, അഹിംസ എന്റെ ദൗർബല്യവുമല്ല. ദേവന്മാരെയും മനുഷ്യരെയും സംരക്ഷിക്കാൻ, അധർമ്മത്തെ തച്ചുടയ്ക്കാൻ നിന്നെ നിഗ്രഹിച്ചേ മതിയാകൂ.
നാരായണ നാരായണ. ദേവർഷിക്കും ദേവേന്ദ്രനും പ്രണാമം. മഹിഷിയെ നിഗ്രഹിച്ച് അവിടുന്ന് അമരലോകത്തെ രക്ഷിച്ചു. ജന്മോദ്ദേശം സഫലമായ സ്ഥിതിക്ക് സ്വർഗലോകത്തേക്ക് എഴുന്നള്ളിയാലും മാതാവിന്റെ രോഗശമനത്തിനായുള്ള ദൗത്യം പൂർത്തീകരിക്കട്ടെ. മഹാപ്രഭോ, ശാപഫലത്താൽ മൃഗമായിരുന്ന എനിക്ക് അവിടുന്ന് മോക്ഷം നൽകിയിരിക്കുന്നു. ഇനി അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ അഭയം തന്നാലും പ്രഭോ. സഹോദരി, നിത്യബ്രഹ്മചാരിയായ നമുക്ക് ഭവതിയുടെ ആഗ്രഹം സാധ്യമാക്കാൻ കഴിയുകയില്ല. വാമഭാഗമാക്കിയില്ലെങ്കിലും അവിടുത്തെ ഭക്തയായി കഴിയുവാൻ അനുഗ്രഹിച്ചാലും പ്രഭോ. നാം മനുഷ്യരൂപം ത്യജിച്ച് ശബരിമലയിൽ തപസ് അനുഷ്ഠിക്കുമ്പോൾ തപസ്ഥാനത്തിനടിയിൽ ഒരിടം നൽകാം. അവിടെ മാളികപ്പുറം എന്ന പേരിൽ വിഖ്യാതയാകട്ടെ. എന്റെ പ്രാർത്ഥന സഫലമായി. അങ്ങനെ മഹിഷി നിഗ്രഹത്തിനു ശേഷം സാക്ഷാൽ മണികണ്ഠനാടിയ നൃത്തത്തിന്റെ സ്മരണയാണ് എരുമേലിയിലെ പേട്ടതുള്ളൽ. വരൂ, പേട്ടതുള്ളലിനുള്ള സമയമായി. സ്വാമി ദിന്തകതോ അയ്യപ്പ ദിന്തകതോ 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 സ്വാമി ദിന്തകതോ. അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. മനുഷ്യനിർമ്മിതമായ വർണ്ണ ജാതി വംശ വ്യത്യാസങ്ങളും ദുരഭിമാനങ്ങളും വലിച്ചെറിഞ്ഞ് പരമാത്മാവിന്റെ സന്നിധിയിൽ ഭക്തർ സ്വയം സമർപ്പിക്കുന്നു എന്നതാണ് എരുമേലിയിലെ പേട്ടതുള്ളലിന്റെ യഥാർത്ഥ പൊരുൾ. എരുമേലി ദർശനത്തിനു ശേഷം ഭക്തജനങ്ങൾ സന്നിധാനത്തെത്തി സ്വാമിയെ വണങ്ങുന്നു. സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ ശരണമയ്യപ്പോ. അങ്ങനെ അടിച്ചു പൊളിച്ചൊരു പെർഫോമൻസ് കഴിഞ്ഞു. നമ്മുടെ പെർഫോമൻസിനെ കുറിച്ച് ഇനി അവരുടെ അടുത്ത് ചോദിച്ചാലോ? വളരെ ഗംഭീരമായിരുന്നു. എല്ലാവരും സമ്മതിച്ചിരിക്കുന്നു. മൊത്തത്തിൽ നല്ല ഒരു അഭിനയം തന്നെയായിരുന്നു. നല്ല അത് വേണ്ട രീതിയിൽ ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി കൊടുക്കാമെന്ന് തോന്നിയിരുന്നു ചില മെസ്സേജസൊക്കെ. പിന്നെ അയ്യപ്പനായിട്ട് അഭിനയിച്ച ആള്, അദ്ദേഹത്തിന് ആ സീരിയസ്നെസ് വന്നത് മഹിഷി മർദ്ദൻ ആയതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ചിരിക്കാത്തതെന്ന് തോന്നുന്നു. ക്യാരക്ടറിന്ന് വെളിയിലോട്ട് വരുന്നില്ല. അതുമായിട്ട് താതാമ്യം പ്രാപിച്ചിട്ടായിരിക്കും തോന്നുന്നു. മഹിഷി അതിഗംഭീരമായി, സമ്മതിച്ചേ പറ്റും. വളരെ എല്ലാവർക്കും തോന്നുന്ന വിധത്തിൽ യഥാർത്ഥത്തിൽ ഒരു മഹിഷിയായിട്ട് ശരിയായിട്ട് താതാമ്യപ്പെട്ട് തന്നെയാണ് അഭിനയിച്ചതൊക്കെ. നമ്മളിപ്പോൾ കാഴ്ചക്കാരൻ്റെ രീതിയിൽ പറയുകയാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. അതേപോലെ തന്നെ മറ്റേ മുഖവും മാളികപ്പുറത്തമ്മയായിട്ട് വരുമ്പോഴും ആ സൗമ്യഭാവം കാണിക്കാൻ സാധിച്ചു. ഇതിൽ ഈ കഥയിൽ ഒരു കഥാഭാഗം മാത്രമാണ് ഇവിടെ കാണിച്ചത്. ഈ പേട്ടതുള്ളലിൻ്റെ ഒരു ഭാഗമാണ്. മറ്റൊരു കഥയും കൂടി ഇതിൻ്റെ ചേർന്നിട്ടുണ്ട്. ഇപ്പം മഹിഷിയെ കൊന്നതിൻ്റെ സന്തോഷ സൂചകമായിട്ടുള്ള പേട്ടതുള്ളലാണ് ഇവിടെ കാണിച്ചത്. അതേസമയം
ഉദയനൻ എന്ന് പറഞ്ഞ ഒരു കൊള്ളക്കാരനെ വധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇഞ്ചിപ്പാറ കോട്ട, തലപ്പാറ കോട്ട തുടങ്ങിയ ആ സ്ഥലങ്ങളിൽ കോട്ട കെട്ടിയിട്ട് അവിടെ നിന്ന് ആക്രമണം നടത്തിയ പന്തളം രാജ്യം അടക്കം പല ദേശങ്ങളിലും പാണ്ഡ്യരാജ്യത്ത് ഇവിടെയൊക്കെ ആക്രമണം നടത്തിയ ഒരു ഉദയൻ എന്ന് പറഞ്ഞൊരു കൊള്ളക്കാരനുണ്ടായിരുന്നു. ആ കൊള്ളക്കാരൻ്റെ കോട്ട ഇടിച്ചു തകർക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പൻ പോയതെന്നും പറയുന്നുണ്ട് ഈ പേട്ടതുള്ളൽ. അതിന് വേണ്ടിയിട്ട് അമ്പലപ്പുഴ സംഘം, ആലങ്ങാട്ട് സംഘം, പന്തളത്ത് സംഘം, ഇങ്ങനെ 3 സംഘങ്ങൾ അയ്യപ്പൻ ഉണ്ടാക്കിയെന്നാണ്. അയ്യപ്പൻ ഒരു ചരിത്ര പുരുഷനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് ഈ സംഘടിക്കാതെ കിടന്ന ജനങ്ങളെ സംഘടിപ്പിച്ചത് അയ്യപ്പനായിരുന്നു എന്നാണ്. പാണ്ഡ്യരാജ്യത്തെയും കേരളത്തെയും മലയാള ദേശത്തെയും സംഘടിപ്പിച്ചത് അയ്യപ്പനായിരുന്നു. എല്ലായിടത്തെയും പയറ്റുമുറ അയ്യപ്പൻ അറിയാമായിരുന്നു. അപ്പോൾ അയ്യപ്പൻ എല്ലാവരെയും പയറ്റുമുറ പഠിപ്പിച്ചു. അതുപോലെ സത്സംഗങ്ങൾ കൊടുത്തു. ആദ്യത്തെ ഗുരുസ്വാമി അയ്യപ്പൻ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഗുരുസ്വാമിയായിട്ട് വന്നത് അയ്യപ്പനാണ്. എല്ലാവർക്കും മുദ്ര കൊടുത്തത്, മാല കൊടുത്തിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം എന്ന് ഏർപ്പാടാക്കിയതും അയ്യപ്പനായിരുന്നു എന്നാണ്. ഇവിടെ മഹിഷി മർദ്ദനം എന്ന് വെച്ചാൽ മഹിഷി എന്ന് പറയുമ്പോൾ എരുമ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ എരുമയെ കൊന്ന സ്ഥലം എന്നുള്ള പേരിലാണ് എരുമക്കൊല്ലി എന്നുള്ള പേര് വന്നത്. എരുമക്കൊല്ലിയാണ് എരുമേലി ആയതെന്ന് പറയുന്നു. അങ്ങനെ ഒരു വെർഷനുണ്ട്. എന്തായാലും അങ്ങനെ ഒരു കഥാഭാഗമുണ്ട്. അതുപോലെ ഉദയൻ എന്ന് പറഞ്ഞ കൊള്ളക്കാരനെ അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ നടത്തിയ ഒരു വേട്ടയായിരുന്നു. ആ സൈന്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അമ്പലപ്പുഴ സംഘവും അതുപോലെ തന്നെ പന്തളത്ത് സംഘവും വലിയ സൈന്യങ്ങളായിട്ട് എരുമേലിയിലൊത്ത് വന്നിട്ട് വാവരുടെ അടുത്തുനിന്ന് ശരങ്ങൾ വാങ്ങിയിട്ട്, ആയുധങ്ങൾ വാങ്ങിയിട്ട് അദ്ദേഹത്തെയും കൂട്ടിയിട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഇഞ്ചിപ്പാറ കോട്ടയും തലപ്പാറ കോട്ടയും ഇടിച്ചു നിരത്തിയെന്നാണ്. അപ്പോൾ അഴുതയിൽ നിന്ന് കല്ലെടുത്ത് കല്ലിടാൻകുന്നിലിടുന്ന ഒരു സൂചകമുണ്ട്. അത് ഇഞ്ചിപ്പാറ കോട്ട തകർത്തതിൻ്റെ സൂചകമായിട്ടാണ് ആ കല്ലിടൽ ആ ഒരു ചടങ്ങായിട്ട് നടത്തുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പമ്പയിൽ പോയിട്ട് ഈ പിതൃക്കൾക്ക്, മരിച്ചവർക്ക് വേണ്ടിയിട്ട് ബലി തർപ്പണങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് പറയുന്ന മറ്റൊരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ആ ഭാഗം ഇവിടെ പരാമർശിച്ചിട്ടില്ല. എന്നാലും ആദ്യത്തെ ഒരു ഭാഗം ഇവിടെ നന്നായി നിങ്ങൾ പെർഫോം ചെയ്തു. അതുപോലെ തന്നെ ഈ പേട്ടതുള്ളലിൽ അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും, അയ്യപ്പൻ തിന്തകത്വവും സ്വാമി എൻ്റെ ഗത്വവും എന്ന് പറഞ്ഞിട്ട് തുള്ളുന്ന ഒരു രീതിയുണ്ട് അതിനകത്ത്. അയ്യപ്പൻ നിൻ്റെ അകത്ത് ഓങ്കാര സ്വരൂപനായിട്ട്, സ്വാമി എൻ്റെ അകത്ത് ഓങ്കാര സ്വരൂപനായിട്ട് ഇരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഈ പറഞ്ഞ മലയാളത്തിൽ അത് ഈ പാട്ട് പാടി അതിൻ്റെ യഥാർത്ഥ പൊരുൾ മറന്നുപോയി. അയ്യപ്പ തിന്തകത്വവുമായി അയ്യപ്പൻ നിൻ്റെ അകത്വവും സ്വാമി എൻ്റെ അകത്വവും എന്നാണ്. അപ്പോൾ സ്വാമിച്ച ഉടയവൻ ഈശ്വരൻ എൻ്റെ അകത്താണ്, അയ്യപ്പൻ 5 ഇന്ദ്രിയങ്ങളുടെ നാഥൻ നിൻ്റെ അകത്താണ്. അപ്പോൾ ഈ തത്വം ബോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ പേട്ടതുള്ളൽ. പിന്നെ ഒരു സൈന്യങ്ങൾ പോകുമ്പോൾ ഒരു ഉഷാറാക്കാൻ വേണ്ടി ഈ ഒരു മുദ്രാവാക്യം പോലെ ആ അയ്യപ്പ തിന്തകത്വം എന്ന് വിളിക്കുമ്പോൾ അവർക്ക് ഉള്ള പോസിറ്റീവ് എനർജി വരികയാണ്. എത്ര വലിയ മലയും നമ്മൾ ഈസിയായിട്ട് കടന്നു പോകുന്ന ആ ഊർജ്ജം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഊർജ്ജം ഈ മന്ത്രത്തിന് പ്രദാനം ചെയ്യുന്നുണ്ട്. ഒരു വലിയൊരു ഊർജ്ജമാണ് അത് പ്രദാനം ചെയ്യുന്നത്. എന്തായാലും നിങ്ങളത് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. വിധുബാല ചേച്ചി? അസലായി, വളരെ നന്നായി, നല്ല ഫീൽ ഉണ്ടായിരുന്നു, എല്ലാം വളരെ നന്നായിരുന്നു. അപ്പം നിങ്ങൾ 5 പേരും കൂടെ ചേർന്ന് ഒരു 7-8 കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചത് അല്ലേ? അപ്പം വളരെ നന്നായിരുന്നു. ഒരു സംശയം മാത്രം, മഹിഷിയുടെ സമയത്ത് ടീഷർട്ടും ട്രൗസറൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ കേട്ടിട്ടില്ല. മഹിഷിയുടെ സമയത്ത് ഏത് കാലത്താ ട്രൗസറും ടീഷർട്ടും? ടീഷർട്ട് 20th സെഞ്ച്വറീൻ്റെ പകുതിയിൽ വെച്ചാണ് ടീഷർട്ട് എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. ഏതായാലും അത് മാത്രം ഒരു ചെറിയ ഒരു കല്ലുകടി ഉണ്ടായിരുന്നു ആ ഒരു കോസ്റ്റ്യൂമിനോട് മാത്രം. അതർവൈസ് കോസ്റ്റ്യൂംസ് വെയർ ഓൾ വെരി ഗുഡ്. നന്നായിരുന്നു. പെട്ടെന്നുള്ള ഈ കോസ്റ്റ്യൂം ചേഞ്ചൊക്കെ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു. അഭിനയം എല്ലാവരുടെയും അസലായി അഭിനയിച്ചു, വളരെ നന്നായിരുന്നു. ഇതിൽ 1-2 അവോയ്ഡ് ചെയ്യായിരുന്നു. കുറച്ചും കൂടി ആ എരുമേലിയുടെ പേട്ടതുള്ളലും അതിൻ്റെതും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ. കാരണം ഈ പറഞ്ഞ പോലെ ടീഷർട്ട് ഇട്ടിട്ടുള്ള ആ സീൻ ഒഴിവാക്കാമായിരുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ശിവഭക്തനെ ഉപദ്രവിക്കുന്ന മഹിഷിയെ നമ്മൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. കാടിനെ എടുത്ത് മറയ്ക്കുന്ന കാണിച്ചു കഴിഞ്ഞു, നിഗ്രഹം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു സീൻ എടുത്ത് കളഞ്ഞിട്ട് മറ്റേതിനെ കുറച്ചും കൂടി നീട്ടിയിരുന്നെങ്കിൽ കുറേയും കൂടെ ഭക്തിരസം കൂടിയേനെ എന്നെനിക്ക് തോന്നി. ഈ ലാസ്റ്റ് സീൻ ഒരു ആൻറ്റി ക്ലൈമാക്സ് ആയിപ്പോയി. അത് വേണ്ടിയിരുന്നില്ല. ആ ഡാൻസ് ഓടിച്ചാൽ ആ സബ്ജക്റ്റ് ടൈറ്റിൽ എരുമേലി പേട്ടതുള്ളലാണ്. ആ പേട്ടതുള്ളലോടുകൂടി അവസാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കാണുന്നവർക്ക് ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. അതർവൈസ് ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു ചേച്ചി. ഹെബാർജി?
ഏതായാലും നമ്മുടെ എനർജി എന്ന് എപ്പോഴും പറയും. അപ്പോൾ ഏതായാലും ആ ഫൈറ്റിലും മഹിഷിയുടെ വരവിലും ഒക്കെ നല്ല എനർജി ഉണ്ടായിരുന്നു. ഇൻറ്ററാക്ഷൻ അയ്യപ്പസ്വാമിയും മഹിഷിയും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. നിങ്ങൾക്ക് തന്നിട്ടുള്ള കഥാപാത്രം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. ബിക്കോസ് എല്ലാപ്പോഴും നമ്മളൊരു സ്ക്രിപ്റ്റ് കാണുമ്പോൾ ചിലവർക്ക് കൂടുതൽ ചെയ്യാനുണ്ടാവും, ചിലവർക്ക് അവർക്ക് പറഞ്ഞതേ ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറം ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഓൺലി തിങ് ഈസ് പേട്ടതുള്ളിൽ കുറേയും കൂടി നിങ്ങൾക്കത് എനർജറ്റിക് ആയിട്ട് രസമാക്കാമായിരുന്നു. ബിക്കോസ് നിങ്ങൾ എന്താ പറയുക, ഒരു DJ പാർട്ടി പോലെ ആക്കായിരുന്നു പണി. തമാശയ്ക്ക് പറഞ്ഞതാണ്, വേറൊന്നുമല്ല. എനർജീനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് ശരിക്കും നമ്മൾ എല്ലാം മതിമറന്ന് ആടുക പറയില്ലേ സന്തോഷം കൊണ്ട്, ആ ഒരു പ്രതീകം നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. അയ്യപ്പനാണെങ്കിലും ശരി, മഹിഷി ആണെങ്കിലും ശരി, നല്ല പവർഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കൺഗ്രാറ്റ്സ്, ഗുഡ് അറ്റംപ്റ്റ്. താങ്ക് യു ഹെബ്ബാർജി. വിശ്വനാഥൻ സർ. എരുമേലി പേട്ടതുള്ളിൻ്റെ ഒരു ഭാഗികമായ അവതരണം വളരെ മനോഹരമായി ആസ്വാദ്യകരമായി നിങ്ങൾക്ക് രംഗത്ത് അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ നാടകീയമായ പോരായ്മകൾ ഒത്തിരി ഉണ്ടാവാം. കാരണം അത് ആദ്യമായി രംഗത്ത് അവതരിപ്പിക്കുന്നതുകൊണ്ടും വരുന്ന പോരായ്മകളാണ്. പക്ഷേ അതിനെയൊക്കെ നമുക്ക് ഇനിയും ഒരെണ്ണം വരുമ്പോൾ അതിജീവിക്കത്തക്ക മട്ടിൽ ഈ പോരായ്മകളൊക്കെ പരിഹരിച്ച് നന്നായി ചെയ്യുമ്പോൾ ഇപ്പോഴുണ്ടായ ആ വൈഷമ്യങ്ങളൊക്കെ മാറ്റി കുറച്ചുകൂടി ഭംഗിയാക്കി എന്തൊക്കെയാണ് ഇവർ പറഞ്ഞ പോരായ്മകൾ അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റണം. എന്തായാലും മഹിഷി നിഗ്രഹവും അത് ചേർന്നുള്ള ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷവും മാളികപ്പുറത്തമ്മയുടെ ജീവചരിത്രവുമൊക്കെ വളരെ സുന്ദരമായി മനോഹരമായി നിങ്ങൾക്കിവിടെ രംഗത്ത് ആവിഷ്കരിക്കാൻ സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം അഭിമാനമുണ്ട്. ആശംസകൾ അറിയിക്കും. ഈ സ്വാമിജി പറഞ്ഞ പോലെ പേട്ടതുള്ളിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വാസ്തവത്തിൽ കാണിച്ചത്. പേട്ടതുള്ളിൽ എന്ന വിഷയത്തേക്ക് രണ്ടാമത്തെ ഭാഗമാണ് ശരിക്കും വരേണ്ടത്. അതുപോലെ പേട്ടതുള്ള രംഗത്തൊരു കുറച്ച് സജീവമായ ഒരു നല്ല ഒരു ആനന്ദ നൃത്തമാക്കി മാറ്റാൻ പറ്റുന്നൊരവസരം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല. എങ്കിലും അത് ഇതൊരു പുരാണ കഥയല്ല എങ്കിൽ പോലും ഒരു ഐതിഹ്യ കഥയിൽ ഈശ്വരൻ്റെ ഒരു മനുഷ്യാവതാരമായിട്ടാണ് അയ്യപ്പനെ കാണുന്നത്. മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നത് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും സജ്ജനങ്ങളെ രക്ഷിക്കാനും വേണ്ടി മാത്രമാണ് എന്നുള്ളത് ഏത് അവതാരത്തിൻ്റെയും മഹാത്മ്യമാണ്. ഇവിടെയും അതുപോലെ തന്നെ അയ്യപ്പൻ ആ കാലഘട്ടത്തിൽ ഒരു രാജധർമ്മം, താൻ രാജാവായി രാജകുമാരനായി ജനിച്ചു, തൻ്റെ രാജധർമ്മത്തെ താൻ ഒരു യോദ്ധാവായി തന്നെ നിന്നുകൊണ്ട് അന്ന് ആ കാലഘട്ടത്തിൽ സമീപത്തുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ യോദ്ധാക്കളെയും ഒന്നിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് വനത്തിലേക്ക് കടന്ന് കാടിൻ്റെ അകത്തുള്ള സമസ്ത ദുർജനങ്ങളെയും ദുഷ്ടശക്തികളെയും നിഗ്രഹിച്ച് കാട് അധിവാസയോഗ്യമാക്കി ഋഷിമാർക്ക് തപസ്സിന് യോഗ്യമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമമാണ് വാസ്തവത്തിൽ ഇവിടെ ചെയ്തത്. ഇത് വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിന് അനിവാര്യമാണ്. ഇങ്ങനെ ഒരു പരിരക്ഷ, വനത്തിന് വേണ്ട ഒരു പരിരക്ഷ, അത് നാടിനും വനത്തിനും കൊള്ളക്കാരെ കൊണ്ടും ദുഷ്ടശക്തികളെ കൊണ്ടും അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തെയും ഒരു നാടിനെയും അതിൽ നിന്നും ഉണർത്തിയെടുത്ത് ഒരു ഐശ്വര്യമായ ശക്തിയുടെ പരിവേഷത്തിൽ ശബരിമലയിൽ കൊണ്ടുകൂടിയിരുത്തുമ്പോൾ അവിടേക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഈ വീരസ്മരണകളെ സ്മരിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഊർജത്തെ നന്നായി ഉപയോഗിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് സമസ്ത ക്ഷീണവും തീർത്ത് കരിമലയും നീർമലയും ഒക്കെ ചേർത്ത് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, ഒരു ഭക്തൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷാത്കാരം ഇവിടെ രംഗത്ത് കാണിച്ചു. ഇത് ഈ യാത്രയിൽ എല്ലാവർക്കും നേരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. അലക്സാണ്ടർ സർ. വളരെ ഭംഗിയായിട്ട് അവർ അഭിനയിച്ചു. അതിൽ മഹിഷി എല്ലാവരെക്കാളും സൂപ്പറായിരുന്നു. വളരെ ഭംഗിയായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചു. എനിക്കൊരു കാര്യത്തിൽ മാത്രം ഒബ്ജക്ഷനുണ്ട്. അതായത് ഈ ശിവലിംഗം തൊഴിച്ചു തെറിപ്പിച്ചത് ഒരു അയ്യപ്പ കഥയിലും ഇല്ല. അപ്പം തന്നെയൊരു മഹിഷിയെപ്പോഴൊരാൾ ശിവലിംഗത്തെ ചവിട്ടിയാൽ തെറിക്കാൻ പറ്റുമെന്നുള്ളത് അത് കണ്ടാൽ ഒരു സാധാരണ ഒരു ഹിന്ദുവിൻ്റെ മനസ്സിലൊരു വേദന ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഇല്ലാത്തൊരു കഥ അതിനകത്ത് ചേർത്തത് ശരിയായില്ല, അത്രേ ഉള്ളൂ. ബാക്കി അവരുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. അപ്പോൾ ഈ സ്വാമിജി പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിന് 3 സോഴ്സസ് ഉണ്ട് ഈ എരുമേലി പെട്രോളിൽ വരുന്നതിന്. ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഉദയനൻ്റെ കോട്ട തകർക്കുന്നതാണ്. ഉദയനന് മറവരുടെ ഒരു നേതാവായിരുന്നു. അപ്പോൾ ഹിന്ദുക്കൾ ഗോമാതാവിനെ ആരാധിക്കുന്ന പോലെ ഉദയനൻ എരുമയെ ആരാധിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇയാളെ തോൽപ്പിക്കാൻ വേണ്ടി നായന്മാരുടെ സൈന്യവും കടുത്തയുടെയും കറുപ്പയുടെ സൈന്യവും അതുകൂടാതെ വാവരുടെ മുസ്ലിം സൈന്യം കൂടെ ചേർന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ ഉദയനെ പരാജയപ്പെടുത്ത ശേഷം വന്നിട്ട് ചെയ്യുന്ന ഡാൻസ് ആണെന്നുള്ളതാണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു മെറ്റീരിയൽ.
രണ്ടാമത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ മഹിഷി നിഗ്രഹത്തിൻ്റെ പ്രസിദ്ധമായ കഥ, ഇവരോട് അനാവരണം ചെയ്ത കഥ. മൂന്നാമത്തത് ഒരു ചരിത്രപുരുഷനായ അയ്യപ്പൻ, 12 രാജകൊട്ടാരത്തിലെ സേനാനായകൻ അയ്യപ്പൻ എരുമേലി വന്നപ്പോൾ ഒരു കാട്ടെരുമ ജനങ്ങളെ ആക്രമിക്കുകയും ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ അയ്യപ്പൻ ചെന്നിട്ട് ആ കാട്ടെരുമയെ കൊന്നു. അങ്ങനെ എരുമയെ കൊന്ന സ്ഥലം എരുമക്കൊല്ലിയായി എരുമേലിയായി. അപ്പോൾ ഈ 3 സോഴ്സ് ഉണ്ട് ഈ പർട്ടിക്കുലർ സ്റ്റോറിക്ക്. പക്ഷെ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഇവർ സ്കിറ്റ് അവതരിപ്പിച്ചതിനകത്ത് ഈ പ്രൊസീജിയർ ഇവർ കാണിച്ചില്ല. അതായത് അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഭവമാണ് ഈ മെയിനായിട്ടുള്ള പേട്ടതുള്ളൽ. ബാക്കി എല്ലാവരും തുള്ളും. എങ്കിലും ഈ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നവർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി അവിടെ നിർമ്മാല്യം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് യാത്ര പുറപ്പെടും. നിർമ്മാല്യം കഴിഞ്ഞു പോയവർക്ക് പുറപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ കൃഷ്ണക്ഷേത്രത്തിലെ നിർമ്മാല്യത്തിന് തൊട്ടു മുമ്പ് അവിടെ നിന്ന് പുറപ്പെടും. അപ്പോൾ ധനു 24-ന് അമ്പലപ്പുഴക്കാർ അവിടെ നിന്ന് പുറപ്പെടും. ധനു 27-നാണ് പേട്ടതുള്ളൽ. അതായത് മകരസംക്രാന്തിക്ക് ഒരു 4 ദിവസം മുമ്പാണ് ഈ പേട്ടതുള്ളൽ വരുന്നത്. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഈ പേട്ടതുള്ളി കഴിഞ്ഞിട്ട് നമ്മുടെ വാവരുടെ ക്ഷേത്രത്തിൽ മോസ്കിൽ കയറി വലം വെച്ചിട്ട് തിരിച്ചു വന്നിട്ടാണ് അവരുടെ യാത്ര. പക്ഷേ ആലങ്ങാട്ടുകാർ വരുന്നത് ശാസ്താക്ഷേത്രത്തിൽ കയറിയാണ്. ആലങ്ങാട്ടുള്ള ശാസ്താക്ഷേത്രത്തിൽ കയറിയിട്ട് അവിടുന്ന് പുറപ്പെട്ട് അവരിവിടെ വരും. പക്ഷെ അവർ വാവരുടെ ക്ഷേത്രത്തിൽ കയറുകയില്ല, വാവരുടെ മോസ്കിൽ കയറത്തില്ല. ഇവിടെ തുള്ളിയിട്ട് അവർ പുറത്തു വരും. എന്നിട്ട് 2 സംഘം കൂടെ ചേർന്നിട്ടാണ് 27-ാം തീയതി ധനു 27-നുള്ള പേട്ടതുള്ളൽ. അപ്പോൾ ഞാൻ 2 കൊല്ലോട് ഡ്യൂട്ടി ചെയ്തിരുന്നു. അപ്പോൾ 1992-ലെ ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു, ഈ എരുമേലിയിൽ ചിലപ്പോൾ വർഗീയകലാപം ഉണ്ടാവും, ഹിന്ദുക്കൾ മുസ്ലിം പള്ളി കയറിയിട്ട് ഇറങ്ങി വരികയാണ്, ഏത് സമയത്ത് അക്രമം ഉണ്ടാവും. അപ്പം എന്നെയും ഇപ്പോഴത്തെ കേരളത്തിലെ പോലീസ് DGP ആയ ഷെയ്ഖ് ദറോയി സാഹിബിനെയാണ് അവിടെ ഡ്യൂട്ടി കിട്ടത്. ഞാൻ തിരിച്ച് വയർലെസ് മെസ്സേജ് അയച്ചു, ഇവിടെ ഒരൊറ്റ പ്രശ്നം ഉണ്ടാവില്ല, ഒരു വർഗീയല അവിടെ ഉണ്ടാവില്ല എന്ന്. ഞങ്ങൾ 3 ദിവസം ഉറക്കമുളച്ച് അവിടെ കാവൽ നിന്നു. ഈ പേട്ടതുള്ളൽ നടക്കുമ്പോഴേക്കും ഞങ്ങളവിടെ കാവൽ നിൽക്കുകയാണ്. കാര്യം അവിടെ ഒരു വർഗീയലാഭം ഉണ്ടായില്ല. അപ്പോൾ ഈ ആലങ്ങാട്ടുകാർ മോസ്കിൽ കയറത്തില്ല. എന്നിട്ട് 2 കൂടെ തിരിച്ചു വന്നിട്ടാണ് ഈ പ്രൊസഷൻ പോകുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനിയായ എന്നെ സംബന്ധിച്ചോളം ഞാൻ അമ്പരന്നത് 2 എണ്ണമാണ്. ഒന്ന്, അമ്പലപ്പുഴക്കാർ വന്നിട്ട് ഈ പേട്ടതുള്ളാൻ തുടങ്ങുമ്പോൾ ആകാശത്ത് കൃഷ്ണപ്പരുന്ന് ഇങ്ങനെ വരും. പട്ടാപ്പകല് കൃഷ്ണപ്പരുന്ന് വരും. പരുന്നിറങ്ങുന്ന ഒരു ടൈമല്ല ആ സമയത്ത് വരുന്നത്. അത് കറക്റ്റ് വന്നിട്ട് ഈ പേട്ടതുള്ളാരുടെ മുകളിൽ വന്ന് ഒരു കറക്കം 3 പ്രദക്ഷിണം വെച്ചിട്ട് ഈ പരുന്ന് തിരിച്ചു പോകും. ആലങ്ങാട്ടുകാർ വന്ന് പേട്ടതുള്ളാൻ തുടങ്ങുമ്പോൾ ആകാശത്ത് നക്ഷത്രം പ്രത്യക്ഷപ്പെടും. പട്ടാപ്പകല് നക്ഷത്രത്തെ കാണാൻ പറ്റുമോ? നമ്മൾ പഠിച്ച ഏതെങ്കിലും അസ്ട്രോണമി പറ്റുകയില്ല. പക്ഷേ ഈ ധനു 27-ന് കറക്റ്റ് ഈ ആലങ്ങാട്ടുകാർ പേട്ടതുള്ളി വരുമ്പോൾ ആകാശം തെളിയും, അവിടെ നക്ഷത്രം വരും. അപ്പോൾ ഈ 27 എന്തുകൊണ്ട് കാർമേഘം വരുന്നില്ല? എന്തുകൊണ്ട് ഈ നക്ഷത്രം കാണുന്നത് തടയപ്പെടുന്നില്ല? എത്രയോ നൂറ്റാണ്ടായിട്ട് തടയപ്പെടുന്നില്ല. അപ്പോൾ അത് വാനനിരീക്ഷകന്മാർക്ക് ഒരു അത്ഭുതപ്പെടുന്ന സംഭവമാണ്. ഈ ആലങ്ങാട്ടുകാർ പേട്ടതുള്ളുമ്പം നക്ഷത്രം വരുന്നത്. ഞാൻ 3 കൊല്ലം ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട് ഈ 2 ഫിനോമിനൻ. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ പേട്ടതുള്ളൽ പോകുന്നത്. അപ്പോൾ ഈ മനുഷ്യനൊരു കാട്ടാള സ്വഭാവം ഉള്ള ഒരു മനുഷ്യൻ ആ കാട്ടാളത്തം കളയുന്ന ഒരു പ്രൊസീജിയറാണ്. ലീലയെപ്പോലൊരു സുന്ദരി അടുത്ത അവതാരത്തിൽ മഹിഷിയെപ്പോലൊരു മൃഗമായി മാറുന്നു. ആ ദുഷ്ടയായ മഹിഷി അയ്യപ്പൻ്റെ കരം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുമ്പം മാളികത്തമ്മയെ മാറുകയാണ്. നമ്മുടെ എല്ലാ മനുഷ്യരും ഒരു മൃഗീയത്വമുണ്ട്. ആ മൃഗീയത്വം ഈ വാർലൈക്ക് ഡാൻസ് അല്ലെങ്കിൽ ഒരു മൃഗീയ ഡാൻസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ശുദ്ധിയായി, മാളികത്തമ്മ ശുദ്ധിയായതുപോലെ മനുഷ്യൻ്റെ പർജിങ് ഓഫ് ഓൾ ഈവിൾ എഫക്ട്സ് പോയി കഴിഞ്ഞ് മനുഷ്യൻ നല്ലവനാകുന്നൊരു പ്രൊസീജിയറാണ്. അത് പേട്ടതുള്ളലിൻ്റെ ആ പ്രൊസീജിയർ കണ്ട് അമ്പരന്ന് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിൻ്റെ സാരാംശം വളരെ ഭംഗിയായിട്ട് കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. താങ്ക് യു സർ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞ് ഇനി മാർക്സും കൂടെ ചോദിച്ചാലോ? ചോദിക്കാം. സ്വാമിജി, ഔട്ട് ഓഫ് 10? 10. ഓക്കെ, 10 ഔട്ട് ഓഫ് 10. വിശ്വനാഥൻ സർ, ഔട്ട് ഓഫ് 10? ഔട്ട് ഓഫ് 7. 7 ഔട്ട് ഓഫ് 10. അലക്സാണ്ടർ സർ? ഞാനൊന്നും കുറയ്ക്കുന്നില്ല, 10 ഔട്ട് ഓഫ് 10. 10 ഔട്ട് ഓഫ് 10. ഹെബാർജി, ഔട്ട് ഓഫ് 20? 17. 17 ഔട്ട് ഓഫ് 20. ചേച്ചി? ഏതായാലും വളരെ നന്നായിരുന്നു, വളരെ എനർജറ്റിക് ആയിരുന്നു. 1-2 ചെറിയ കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഓർമ്മയിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ 18 ഔട്ട് ഓഫ് 20. അപ്പോൾ ടോട്ടൽ എത്രയാണെന്നറിയോ? അറിയില്ല. 62. കറക്റ്റ്. 62 മാർക്കാണ് കിട്ടിയിരിക്കുന്നത് 70-ല്. നൈസ്. എടോ ഒന്ന് സന്തോഷിക്കടോ. ക്യാരക്ടറിൽ നിന്ന് വെളിയിൽ വായോ? വന്നു.
വന്നു. അപ്പൊ സന്തോഷമായില്ലേ? അപ്പൊ ഇതുപോലെ തന്നെ ഇനിയുള്ള റൗണ്ടുകളിലും നല്ല നല്ല പെർഫോമൻസ് ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം ക്വിസ് റൗണ്ടിൽ പാണ്ഡവരുടെ സ്വർഗാരോഹണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളായിരുന്നു. അതിനുശേഷം മകരവ്യൂഹത്തിൽ നമ്മൾ കണ്ടത് പേട്ടതുള്ളലിന്റെ ഐതിഹ്യത്തെക്കുറിച്ചാണ്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡോടുകൂടെ 3ാം ഘട്ട മത്സരങ്ങൾ അവസാനിക്കുകയാണ്. 4ാം ഘട്ട മത്സരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ കൂടുതൽ മത്സര ബുദ്ധിയോടെയായിരിക്കും ഈ വേദിയിലേക്ക് എത്തുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 3ാം ഘട്ടത്തിൽ നിന്നും 4ാം ഘട്ടത്തിലേക്ക് എത്തിയ സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാലാം ഘട്ട മത്സരങ്ങളുമായി നമുക്കപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, ശുഭദിനം.